ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റം കഴിക്കണം നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ കാശ്മീരിലെ ഒരു മസ്റ്റ് ട്രൈ ഫുഡാണ് മട്ടൻ ഹരീസ എന്ന് പറയുന്നത്. ഈ ഒരു ദിൽഷാദ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. അപ്പോൾ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നമ്മളെ മാനേജർ തന്നെയാണ്. നമ്മൾ സ്റ്റേ എടുത്ത ആ ഒരു ഹോട്ടലിലെ മാനേജർ നമ്മുടെ അടുത്ത് രാത്രി പറഞ്ഞു, നാളെ ഇങ്ങ് പോകണമെങ്കിൽ രാവിലെ എണീച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ ബ്രോൻ്റെ സ്വന്തം കാറിൽ നമ്മളെ എവിടത്തേക്ക് കൊണ്ടുവന്നു. ഏകദേശം ഒരു 6:30 മണിയേ ആയിട്ടുണ്ടാവും. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. സംഭവം അടിപൊളിയാണ്. ഇത് ഈ ഒരു മട്ടൻ ഹരീസ എന്ന് പറഞ്ഞാൽ ഈ മട്ടൻ്റെ മീറ്റ് സ്മാഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരുപാട് ടൈം, ഒരു 5-6-7 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ ഒരു മട്ടൻ ഹരീസയും ഇതിൻ്റെ ഒപ്പം ബ്രെഡാണ് ഉണ്ടാവുക. ഈ ഒരു ബ്രെഡ് നമുക്ക് അൺലിമിറ്റഡ് ആണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. ഇവൺ നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം. പിന്നെ ഈ ഒരു പോർഷൻ വരുന്നത് 130 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. മുന്നേ 100 അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ റേറ്റ് കൂടി 130-150 ആ ഒരു റേഞ്ചിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷൻ തന്നെ പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, കാരണം മട്ടനാണ്, ഭയങ്കര ഹെവിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് 3 പോർഷൻ ഓർഡർ ചെയ്തു, കാരണം നമ്മൾ 3 പേരുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കുറച്ച് അവർ നെയ്യും അതുപോലെ തന്നെ മട്ടൻ്റെ കെബാബിൻ്റെ ഒരു ചെറിയ പീസും ഉണ്ടാവും. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഹരീസ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. അത് റൈറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എല്ലാവരും ടേസ്റ്റ് ബഡ്സ് ഡിഫറൻസ് ആയിരിക്കും അല്ലേ. സോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെയും ഒന്നും കൂടി കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ അറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ മട്ടൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്കൊരു 130 രൂപക്കോ അല്ലെങ്കിൽ 150 രൂപക്കോ ഒരു മട്ടൻ കറിയിലൊന്നും മേ ബി ഒരു പീസ് പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, കറി മാത്രം കിട്ടുമായിരിക്കും. പിന്നെ ഇവിടെ ഈ ഒരു 130 എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവർ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നവർക്കൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എയർ ടൈറ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഇവിടുന്ന് കേരളത്തിലേക്ക് വാങ്ങിച്ചുകൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ അവർ ചെയ്തു തരുന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ, കാശ്മീരേക്ക് വരുവാണെങ്കിൽ ഈ ഒരു കടയിൽ കയറി കഴിച്ചു നോക്കോ. ഇവിടുത്തെ ഒരു ഫേമസ് കട തന്നെയാണ് ഈ ഒരു ദിൽഷാദ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്നും കൂടി കാണണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ, ഷെയർ ചെയ്തോ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ ബൈ.